അങ്ങനെ നിലമ്പൂർ വോട്ടെണ്ണലിന്റെ ചിത്രം തെളിഞ്ഞിരിക്കുകയാണ്. 11,005 വോട്ടുകൾക്ക് ആര്യാടൻ ഷൗക്കത്ത് മിന്നും വിജയം നേടിയ കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും നിലമ്പൂരിൽ ഒരു ഷൗക്കത്ത് ഷോ തന്നെയാണ് നടന്നത്. ഷൗക്കത്തോളം തന്നെ നിലമ്പൂരിൽ നടന്നു എന്ന് നാം പറയേണ്ടി വരും. അങ്ങനെ നിലമ്പൂർ വോട്ടെണ്ണലിന്റെ ചിത്രം പൂർണ്ണമായും തെളിഞ്ഞിരിക്കുകയാണ്. ആര്യാടൻ ഷൗക്കത്ത് പാട്ടും പാടി ജയിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കണ്ടത്, അല്ലേ ബീന? ഒരു 63 ബൂത്തുകളിലായിട്ട് 1.74 ലക്ഷം വോട്ടർമാരുടെ ജനവിധി 19 റൗണ്ടുകളിലായി കഴിയുമ്പോൾ ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിന്റെ അണ്ണനായി മാറിയിരിക്കുകയാണ്, നിലമ്പൂരിന്റെ ജനനായകനായി മാറിയിരിക്കുകയാണ്. പിന്നെ നമ്മളിവിടെ ഏറ്റവും എടുത്തു പറയേണ്ടത് PV അൻവറിന്റെ ഒരു വോട്ടിന്റെ നില കൂടിയാണ്, അല്ലെ? PV അൻവർ ഇവിടെ നമ്മുടെ നിലമ്പൂരിൽ നിൽക്കുന്നത് സത്യത്തിൽ PV അൻവറിന്റെ രാഷ്ട്രീയ ഒരു നിലയെ തന്നെ മുന്നോട്ടുള്ള നില എങ്ങനെ പോകുമെന്നതിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ ഇപ്പോൾ നിർണയിച്ചിരിക്കുന്നത് നിലമ്പൂർ അതെ. ബാക്കിയുള്ള എല്ലാവരും പറഞ്ഞു 15,000 വോട്ട് പോലും PV അൻവറിന് പിടിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിടത്താണ് PV അൻവർ ജയിച്ചു എന്ന് പറയാം. ഇത് സത്യത്തിൽ PV അൻവറിന്റെയും ആര്യാടൻ ഷൗക്കത്തിന്റെയും വിജയമാണ്. PV അൻവറിന്റെ എന്ത് തരത്തിലുള്ള വിജയം? PV അൻവറിന്റെ രാഷ്ട്രീയ ഭാവി നിശ്ചയിക്കുന്ന വിജയവും ഇത് ആര്യാടൻ ഷൗക്കത്തിന്റെ തിരഞ്ഞെടുപ്പ് വിജയമായി നമുക്കിതിനെ കാണാം. ശരിക്കും നിലമ്പൂര് 2 പേരാണ് വിജയിച്ചിരിക്കുന്നത്. അതെ. PV അൻവർ 16,000 അധികം വോട്ടുകളിൽ ലീഡ് നേടി ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി സമീപകാലത്ത് നമ്മളുടെ കേരളത്തിൽ നടന്ന തിരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത് നമ്മുടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലായിരുന്നു. അങ്ങനെ 2026 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ ഒരു ട്രെൻഡ് സെറ്റർ തന്നെയായിട്ട് നമ്മുടെ നിലമ്പൂർ വികാരം തന്നെയാണ് നിലമ്പൂർ. തീർച്ചയായും അത് നമ്മളിവിടെ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. പിണറായിസത്തിന്റെ ഭരണത്തിനെതിരെയുള്ള ഒരു തുറന്ന പോരാട്ടം അല്ലെങ്കിൽ ജനവികാരമാണ് നമ്മൾ ഇവിടെ കണ്ടത്. ഭരണവിരുദ്ധ വികാരം തന്നെയാണ് തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് തുടങ്ങുമ്പോൾ മുതൽ അലയടിച്ചുകൊണ്ടിരുന്നത്. PV അൻവറിന്റെ ഒരു മുദ്രാവാക്യം തന്നെ അതായിരുന്നു, പിണറായിസത്തിനെതിരെയുള്ള പോരാട്ടം. അതിനോടൊപ്പം ചേർന്ന് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിണറായിസത്തിനെതിരെയുള്ള തുറന്ന പോരാട്ടത്തിൽ PV അൻവർ വിജയിച്ചിരിക്കുന്നു. PV അൻവർ രാഷ്ട്രീയത്തിൽ വിജയിച്ചിരിക്കുന്നു. പക്ഷെ ആര്യാടൻ ഷൗക്കത്തിന്റെ വോട്ടിന്റെ കാര്യം നമ്മൾ എടുത്തു പറയുക തന്നെ വേണം. അതായത് സത്യത്തിൽ കോൺഗ്രസ് പോലും ഇത്രയും വലിയൊരു വിജയം പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് പറയാം. കാരണം ആര്യാടൻ ഷൗക്കത്ത് നേടിയ വോട്ടുകൾ നമ്മൾ നോക്കണം എല്ലാ ഭാഗത്തും. അതായത് സ്വരാജിന്റെ ജന്മസ്ഥലത്ത് പോലും ആര്യാടൻ ഷൗക്കത്തിന് വളരെയേറെ മുന്നിൽ ഉള്ള ഒരു ലീഡ് തന്നെയായിരുന്നു. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ തുടക്കത്തിൽ പോസ്റ്റൽ വോട്ടുകളുടെ എണ്ണത്തിൽ തന്നെ ആര്യാടൻ ഷൗക്കത്താണ് മുന്നിൽ നിന്നത്. ഒരിക്കൽ പോലും ആര്യാടൻ ഷൗക്കത്ത് പിന്നിലോട്ട് പോയിട്ടില്ല. അതെ, ആദ്യത്തെ ഒരു 4 റൗണ്ടുകൾ നോക്കുമ്പോ ആര്യാടൻ ഷൗക്കത്ത് ഭയങ്കരമായ ഒരു മുന്നേറ്റം എന്നത് പറയാൻ പറ്റില്ല. വഴിക്കടവിലൊക്കെ പ്രതീക്ഷിച്ച ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല. അപ്പൊ ഒരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചത് ഒരു കുതിച്ചു കയറ്റം തന്നെയായിരുന്നു ഷൗക്കത്തിന്റെ. അതെ. രാവിലെ 8:15 കൂടി ആണ് ആദ്യഘട്ട ഫലസൂചനകൾ വന്നത്. അതിലെ ആദ്യത്തെ 7 റൗണ്ടിൽ ഇവിടെ നമ്മൾ പറയേണ്ട ആദ്യത്തെ 7 റൗണ്ടുകളിൽ UDFന്റെ മുന്നേറ്റം പ്രതീക്ഷിച്ചിരുന്ന വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായിരുന്നു. അതിനുശേഷം 8ാം റൗണ്ട് മുതൽ ഇടതുപക്ഷത്തിന് മുന്നേറ്റം പ്രതീക്ഷിക്കുന്ന, ഇടതുപക്ഷത്തിന് ലീഡ് പ്രതീക്ഷിച്ചിരുന്ന സ്ഥലങ്ങളുടെ വോട്ടെണ്ണലാണ് നമ്മൾ അവിടെ കണ്ടത്. പക്ഷെ ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ 19 റൗണ്ടും പൂർത്തിയാകുമ്പോൾ ആര്യാടൻ ഷൗക്കത്തിന്റെ ഒരു മുന്നേറ്റമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഒരിക്കൽ പോലും പിന്നിലേക്ക് ഷൗക്കത്ത് പോയിട്ടില്ല. അതെ. 4 റൗണ്ട് പൂർത്തിയാകുമ്പോൾ ആര്യാടൻ ഷൗക്കത്തിന് ഉണ്ടായിരുന്നത് 2506 വോട്ടിന്റെ ലീഡാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ബീന, അതായത് ഇടത് സ്വാധീന മേഖലകളൊക്കെ അതിനുശേഷം എന്നെങ്കിൽ കൂടി 4 റൗണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ മാധ്യമങ്ങളെ കണ്ടു എന്നതാണ് നമ്മളുടെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ എങ്ങും തന്നെ കണ്ടിട്ടില്ലാത്ത ഒരു കാഴ്ചയാണ്. അതായത് ആ ഒരു 4 റൗണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ മാധ്യമങ്ങളെ കണ്ട് അദ്ദേഹം പ്രതികരിച്ചത് ഇങ്ങനെയാണ്. അതായത് ഭരണവിരുദ്ധ വികാരം പ്രതിഫലിച്ചു എന്നും
മറ്റൊന്നും തന്നെ ഏശില്ല എന്നുമാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞത്. ഈ ഒരു അതായത് വെറും 4 റൗണ്ടുകൾ മാത്രമേ ആയിട്ടുള്ളൂ. ഇതൊക്കെ ആ UDF-ന്റെ ആത്മവിശ്വാസത്തെയാണ്. UDF പ്രവർത്തകർ തുടക്കത്തിൽ തന്നെ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുകയും ലഡു വിതരണം ഒക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതെ, ലഡു വിതരണത്തിന്റെ കാര്യം പറയുമ്പോഴാണ് PV അൻവർ ജയിച്ചില്ലെങ്കിൽ കൂടെ നമ്മൾ ഈ പറഞ്ഞ ഇത് വെച്ചിട്ട് PV അൻവർ 15,000 വോട്ട് വരുന്നപ്പോൾ തന്നെ PV അൻവറിന്റെ വീട്ടിൽ ആഘോഷം ആയിരിക്കുകയാണ്. അതെ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ 4 റൗണ്ട് പൂർത്തിയാക്കിയപ്പോൾ 2506 വോട്ടിന്റെ ലീഡായിരുന്നു ആര്യാടൻ ഷൗക്കത്തിനുണ്ടായിരുന്നത്. അതിനുശേഷം ഇടത് സ്വാധീന മേഖലകളിലേക്ക്, ഇടതിന് സ്വാധീനം ലഭിക്കുന്നു എന്ന മേഖലകളിലേക്ക് പോയി. പക്ഷെ ആ 8ാം റൗണ്ടിൽ എത്തിയപ്പോൾ 8ാം റൗണ്ട് മുതലാണ് LDF-ന്റെ മുന്നേറ്റം പറഞ്ഞിരുന്നത്. 8ാം റൗണ്ടിലും LDF-ന് പ്രതീക്ഷിച്ച രീതിയിലുള്ളൊരു മുന്നേറ്റം നേടാനായില്ല. 8ാം റൗണ്ടിൽ വോട്ടെണ്ണിയ പോത്തുകൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ M സ്വരാജിന്റെ ജന്മദേശം കൂടിയാണെന്ന് ഓർക്കണം. ആ പോത്തുകൽ പഞ്ചായത്തിൽ സ്വരാജ് ലീഡ് നേടി. പോത്തുകൽ പഞ്ചായത്തിൽ സ്വരാജ് ലീഡ് നേടിയെങ്കിലും സ്വരാജിന്റെ ലീഡ് വെറും 146 വോട്ടിന്റെ ലീഡ് മാത്രമാണ് സ്വരാജിന് നേടാൻ കഴിഞ്ഞത്. സത്യത്തിൽ ഈ ഒരു പോത്തുകല്ലിലും ഈ ആര്യാടൻ ഷൗക്കത്തിന്റെ മുന്നേറ്റം വന്നപ്പോൾ തന്നെ തിരഞ്ഞെടുപ്പിന്റെ ഏകദേശ ചിത്രം തെളിയുകയായിരുന്നു. ആ 8ാമത്തെ റൗണ്ട് കഴിയുമ്പോൾ തന്നെ നമ്മുടെ നേതാക്കന്മാരെല്ലാം മാധ്യമങ്ങളെ കാണുകയും മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് മറ്റു തിരഞ്ഞെടുപ്പുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നമ്മൾ ഈ ഒരു തിരഞ്ഞെടുപ്പിൽ കണ്ടത്. നമ്മൾ ശ്രദ്ധിക്കണം മറ്റൊരു കാര്യം, LDF-ന് മുന്നേറ്റം നേടാൻ സാധിക്കുമെന്ന് വിചാരിച്ച മണ്ഡലങ്ങളിൽ പോലും LDF-ന് കൃത്യമായ ഭൂരിപക്ഷം നേടാനായിട്ടില്ല. 16ാം റൗണ്ടിൽ പോലും അവർ വിചാരിച്ചിരുന്നത് 16 റൗണ്ട് കഴിയുമ്പോഴെങ്കിലും സ്വരാജ് കയറി വരും, ലീഡ് നില മാറി മറിയും എന്നൊരു ചിന്തയുണ്ടായിരുന്നു. പക്ഷെ അവിടെ പോലും 8 വോട്ടാണ്, വെറും 8 വോട്ടിന് ലീഡ് മാത്രമാണ് സ്വരാജിന് നേടാനായത്. അതെ. പിന്നെ നമ്മുടെ 9ാം റൗണ്ടിൽ സ്വരാജിന്റെ ലീഡ് 207 ആയിരുന്നു. 9ാം റൗണ്ടിൽ സ്വരാജാണ് ലീഡ് ചെയ്തത്. ആ ഒരു ടൈമിലാണ് നമ്മുടെ PV അൻവർ, നമ്മളുടെ മാസായിട്ടുള്ള അമ്പൂക്ക വന്ന് മാധ്യമങ്ങളെ കണ്ടത്. അൻവർ പറഞ്ഞ പോയിന്റ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് നിലമ്പൂര് പിടിച്ചത് പിണറായി സത്തിനെതിരായ വോട്ടെന്ന് തന്നെ പറഞ്ഞുകൊണ്ടാണ് PV അൻവർ വീണ്ടും, അതായത് തെരഞ്ഞെടുപ്പിനുടനീളം PV അൻവർ പറഞ്ഞ ആ ഒരു നിലപാട് തന്നെയാണ് വന്നത്. അതായത് പിണറായി സത്തിനെതിരായ വോട്ടെന്ന് തന്നെയാണ് PV അൻവർ പറഞ്ഞത്. LDF-ന്റെ വോട്ടാണ് ചോർന്നത് എന്നും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് UDF-ന്റെ വോട്ടല്ല താൻ പിടിച്ചത് അത്രയും LDF-ന്റെ വോട്ടാണ് എന്നും PV അൻവർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രതികരിച്ചിരുന്നു. ഇതിലൂടെ മറ്റൊരു കാര്യം, UDF-ലേക്കുള്ള PV അൻവറിന്റെ ഒരു ചുവടുവെപ്പ്, PV അൻവറിന്റെ UDF-ലേക്ക് ഇനി ഒരു ഭാവി ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം PV അൻവറിന് വലിയ രീതിയിലുള്ള സ്വാധീനം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം ഇനി എങ്ങോട്ട് എന്നുള്ള PV അൻവർ UDF-ലേക്ക് പോകുമോ എന്ന് ഉള്ള ഒരു കാര്യം കൂടി നമുക്ക് ഈ തെരഞ്ഞെടുപ്പിലൂടെ അറിയാൻ സാധിക്കും. അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. PV അൻവറിന്റെ രാഷ്ട്രീയ ഭാവി നിശ്ചയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു ഇത്. അദ്ദേഹം അത്രത്തോളം ഒരു പൂർണ്ണ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ജയിക്കില്ല, പക്ഷേ ഇത്ര വോട്ട് ഞാൻ നേടുമെന്ന് പറഞ്ഞു. അത് കൃത്യമായിരുന്നു. അതുപോലെ തന്നെ UDF-ന്റെ കണക്കുകൂട്ടലുകൾ നാം എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഓരോ പഞ്ചായത്തുകളിൽ അല്ലെങ്കിൽ ഓരോ ബൂത്തുകളിലും ഞങ്ങൾ ഇത്ര വോട്ടിന്റെ ലീഡ് നേടുമെന്ന് പറഞ്ഞ് പക്കായായിട്ട് ആ വോട്ടിന്റെ ലീഡ് തന്നെ മിക്ക തിരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലും അവർക്ക് ഉണ്ടായിരുന്നു എന്നത് നാം എടുത്തു പറയേണ്ടത് തന്നെയാണ്. പിന്നെ 10ാം റൗണ്ടിലേക്ക് നമ്മൾ വരുമ്പോൾ 10ാം റൗണ്ടിൽ ആര്യാടൻ ഷൗക്കത്തിന് 954 വോട്ടിന്റെ ലീഡാണ് ലഭിച്ചത്. അവിടെ 10ാം റൗണ്ടിൽ ആര്യാടൻ ഷൗക്കത്തിന് 4321 വോട്ടുകളും N സ്വരാജിന് 3367 വോട്ടുകളുമാണ് നേടാനായത്. 11ാം റൗണ്ടിലേക്ക് വരുമ്പോൾ ആര്യാടൻ ഷൗക്കത്തിന്റെ ലീഡ് 421 ആകുന്നു. ആ സമയത്ത് ആര്യാടൻ ഷൗക്കത്ത് 49,640 വോട്ടുകളും സ്വരാജ് 41,419 വോട്ടുകളും അൻവർ 13,781 വോട്ടുകളും ഈ 11ാം റൗണ്ട് ആയപ്പോൾ വന്നിരുന്നു. പിന്നെ നമ്മൾ പറയേണ്ടത് NDA ആണ്. NDA-യുടെ കാര്യവും BJP-യുടെ കാര്യവും നമ്മളിവിടെ വ്യക്തമാക്കുക തന്നെ വേണം. നമ്മൾ അവരുടെ കാര്യം മറന്നുകൂടാ. കാരണം BJP-യും ഒരു നിലമ്പൂർ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിനെ ഏതൊരു രാഷ്ട്രീയ കക്ഷിക്കാണ് അല്ലെങ്കിൽ ഏതൊരു വിഭാഗത്തിനാണ് അവിടെ ലീഡുള്ളത്, സ്വാധീനമുള്ളതെന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷെ അവിടെ BJP 6000-ലധികം വോട്ടുകൾ നേടിയാണ് ഇപ്പൊ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അതും അവിടെ എടുത്തു പറയേണ്ട, അതും BJP-യുടെ ഒരു വിജയം കൂടിയാണ്. അതെ, പറയേണ്ട കാര്യം തന്നെയാണ്. നമ്മളിപ്പോ വോട്ടിന്റെ 12ാം റൗണ്ടിൽ ആര്യാടൻ ഷൗക്കത്തിന് 756
വോട്ടിന്റെ ലീഡാണ് ഉണ്ടായിരുന്നത്. 13ാമത്തെ റൗണ്ടിലേക്ക് വരുമ്പോൾ ഷൗക്കത്തിന്റെ ലീഡ് 806 ആവുകയാണ്. 14ാം റൗണ്ടിലേക്ക് വരുമ്പോൾ 1542 ആകുന്നു. അപ്പൊ ഈ ഒരു രീതിയിൽ ഇപ്പം നേരത്തെ ഇപ്പം ബീന പറഞ്ഞ പോലെ 16ാമത്തെ റൗണ്ടിൽ എത്തി നിൽക്കുമ്പോൾ വെറും 8 വോട്ടിന്റെ വ്യത്യാസത്തിൽ എം സ്വരാജ് മുന്നേറി. അപ്പം ഈ ഒരു രീതിയിലാണ് വോട്ട് നിരയൊക്കെ മുന്നോട്ട് പോയത്. ഇവിടെ നമ്മൾ പറയേണ്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷൗക്കത്തിന് ലഭിച്ച ആ വോട്ടുകൾ തന്നെയാണ്. അതായത് എല്ലാ ഭാഗത്തു നിന്നും രാഷ്ട്രീയ മത ഭേദമന്യേ എല്ലാ ഭാഗത്തു നിന്നും ഷൗക്കത്തിന് വോട്ട് ലഭിച്ചു എന്നതിൽ യാതൊരുവിധ തർക്കവുമില്ല. പിന്നെ ഇവിടെ നമ്മൾ പറയേണ്ടത് PV അൻവറിന്റെ ആദിവാസി മേഖലയിൽ നിന്നുള്ള വോട്ടാണ്. അത് PV അൻവറിന് ഇവിടെ PV അൻവർ അവരെ പോയി കണ്ടു. ആ ഒരു കാര്യങ്ങളൊന്നും പക്ഷെ ഇവിടെ ഒരു തിരഞ്ഞെടുപ്പിന്റെ ഫലത്തിലേക്ക് വന്നപ്പോഴേക്കും അത് പ്രതിഫലിച്ചില്ല. അവിടെയും ഷൗക്കത്തിന്റെ ഒരു മുന്നേറ്റം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കും. മലയോര ജനതയുടെ ഒരു പ്രതിഫലനം തന്നെയാണ്, സർക്കാരിനെതിരെയുള്ള ഒരു പ്രതിഷേധം തന്നെയായിട്ട് കൂടി നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിച്ചിട്ടുണ്ട്. 13ാം റൗണ്ട് അല്ലെങ്കിൽ 14ാം റൗണ്ട് ആ ഒരു സമയമായപ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാധ്യമങ്ങളിലെ നേതാക്കളെല്ലാം തന്നെ കാണാൻ തുടങ്ങി. PK കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളെ കണ്ടിരുന്നു, രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കണ്ടിരുന്നു. ശക്തമായ ഭരണവിരുദ്ധ വികാരം തന്നെയാണ് ഇവരുടെ പ്രതികരണങ്ങളിൽ എല്ലാം പ്രതിഫലിച്ചു നിന്നത്. വർഗീയത പറയുന്നവർക്ക് നിലമ്പൂർ പാഠം നൽകിയെന്നാണ് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. തീർച്ചയായും വർഗീയത പറയുന്നവർക്ക് ഈ തിരഞ്ഞെടുപ്പ് നിലമ്പൂർ ഒരു പാഠം തന്നെയാണ്. നിലമ്പൂർ എല്ലാ സമുദായങ്ങളെയും ഒരേപോലെ കാണുന്ന ഒരു നാടാണ് നിലമ്പൂർ എന്ന് വീണ്ടും ഈ ഒരു തിരഞ്ഞെടുപ്പിന്റെ ചിത്രത്തിലൂടെ തെളിഞ്ഞിരിക്കുകയാണ്. അതെ, എല്ലാ മേഖലയിലും UDF-ന് മേൽക്കൈ ലഭിച്ചു എന്നതും എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഈ കാര്യങ്ങളൊക്കെയാണ് PK കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളെ കണ്ടു പറഞ്ഞത്. 10 വർഷത്തെ തുടർച്ചയായ പരാജയത്തിന് ശേഷം ഒരു ശക്തമായ തിരിച്ചടവ് തന്നെ, UDF-ന്റെ ഒരു ശക്തമായ തിരിച്ചുവരവ് തന്നെയാണ് നമുക്ക് നിലമ്പൂർ തെരഞ്ഞെടുപ്പിലൂടെ കാണാൻ സാധിക്കുക. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ശക്തമായ പ്രതിഫലനം, അതിന്റെ ഒരു ടേണിംഗ് പോയിന്റ് തന്നെ. അതെ, ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ്, അതായത് ഇനി വരാനിരിക്കുന്നത് പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ അൻവറിന് എത്രത്തോളം സ്വാധീനമുണ്ട് എന്നുള്ളത് ഈ ഒരു തെരഞ്ഞെടുപ്പിലൂടെ തെളിയിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും അൻവറിന് സ്വാധീനമുണ്ട് എന്ന് അൻവർ തെളിയിച്ചിരിക്കുകയാണ്. അൻവറിന്റെ രാഷ്ട്രീയ ഭാവിയെ അൻവർ ഇതിലൂടെ തെളിയിച്ചിരിക്കുകയാണ്. ഇത്രയും വോട്ടുകൾ പിടിച്ചപ്പോൾ തന്നെ ഇനി എന്തായാലും അൻവറിനെ എന്തായാലും ആൾക്കാർ ഏത് ഭാഗത്തേക്കാണ് അൻവർ പോകുന്നത് എന്ന് വെറുതെ വായിട്ട് കീറുന്ന അൻവർ, അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മുടെ അൻവറിനെ പട്ടിയെ പോലെ പുച്ഛിച്ചവർ ഇന്ന് അൻവറിന്റെ വിജയത്തെ കണ്ണു തള്ളിയിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അൻവർ ജയിച്ചില്ലെങ്കിലും അൻവറിന് കൃത്യമായ രാഷ്ട്രീയ സ്വാധീനം നിലമ്പൂരിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതെ, പിന്നെ നമ്മൾ പറയേണ്ടത് ഇടതുമുന്നണിയുടെ ഭാഗമായിരുന്നു നമ്മുടെ PV അൻവർ, അല്ലെ? ഇടതുമുന്നണിയുടെ ഭാഗമായ അൻവർ 2016-ലും 2021-ലും നിലമ്പൂരിൽ വിജയിച്ച ഒരു ആളാണ് PV അൻവർ. അങ്ങനെ ഇടതുപക്ഷമായി ഉണ്ടായ ഒരു അഭിപ്രായ ഭിന്നതയെ തുടർന്ന് PV അൻവർ രാജിവെച്ചതോടു കൂടിയാണല്ലോ ഇപ്പം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലേക്കൊക്കെ നീങ്ങേണ്ടി വന്നത്. ജൂൺ 19-ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 75.27%, അതായത് ഒരു ട്രെൻഡ് സെറ്റർ സൃഷ്ടിച്ചുകൊണ്ടായിരുന്നു ഒരു പോളിംഗ് കടന്നു വന്നത്. ആ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ 1224 വോട്ടുകളാണ് കൂടുതലായും പോൾ ചെയ്തത്. 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 1,73,443 വോട്ടാണ് ആകെ പോൾ ചെയ്തതെങ്കിൽ 2025-ലെ ഉപതെരഞ്ഞെടുപ്പിൽ 1,74,667 വോട്ട് പോൾ ചെയ്തതാണ്. അപ്പോൾ എന്തായാലും നമ്മളിവിടെ പറയേണ്ടത് എന്തായാലും ആര്യാടൻ ഷൗക്കത്തിന്റെ പാട്ടും പാടിയുള്ള മിന്നുന്ന ജയം തന്നെയാണ്. ആര്യാടൻ ഷൗക്കത്ത് ഇപ്പോൾ നിലമ്പൂരിന്റെ താരമായിരിക്കുകയാണ്, നിലമ്പൂരിലെ നായകനായിരിക്കുകയാണ്. ആരാകും നിലമ്പൂരിന്റെ നായകൻ എന്ന ചോദ്യത്തിന് ഇതാ ഒരു ഉത്തരമായിരിക്കുകയാണ്. ആര്യാടൻ ഷൗക്കത്ത് തന്നെയാണ് നിലമ്പൂരിലെ നായകൻ. പിന്നെ നമ്മൾ ഇവിടെ എടുത്തു പറയേണ്ടത് നമ്മുടെ എം സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വത്തെയാണ്. എം സ്വരാജ് എന്ന വ്യക്തി എത്രത്തോളം സ്ഥാനാർത്ഥിയാകാൻ ആപ്റ്റ് ആണ് എന്നത് പ്രത്യേകിച്ച് നമ്മൾക്ക് തർക്കമൊന്നുമില്ലാത്ത കാര്യമാണ്. നല്ലൊരു നേതാവ് തന്നെയാണ്, നല്ലൊരു സ്ഥാനാർത്ഥി തന്നെയാണ്. പക്ഷെ ഇവിടെ നാം പറയേണ്ടത് പിണറായിസം തന്നെയാണ്, ഭരണവിരുദ്ധ വികാരം തന്നെയാണ്. എത്ര നല്ല ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാലും അതൊന്നും നമ്മുടെ കേരള തിരഞ്ഞെടുപ്പിൽ ഭാഗമാകില്ല എന്നത് തന്നെയാണ് നമ്മുടെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിലൂടെ ചിത്രം കാണുന്നത്. സ്വരാജിന്റെ ഈ ഒരു തോൽവി എന്ന് പറഞ്ഞാൽ അതൊരു ഒന്നൊന്നര തോൽവി തന്നെയായി പോയി. ഇത്രയും തോൽവി സത്യത്തിൽ ചിലപ്പോൾ സ്വരാജ് പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പല ഘട്ടങ്ങളിലും പല സമയത്തും അവർ പറഞ്ഞത് അവരുടെ ജയം തന്നെയാണ്, നമ്മൾ കേറും എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് സത്യത്തിൽ പിണറായി സർക്കാർ അല്ലെങ്കിൽ പിണറായി വിജയന്റെ സർക്കാർ തീർച്ചയായും ഇനി മുന്നോട്ട് എന്താണ് അവരുടെ ഭാവി എന്നത് അവർ ആലോചിക്കേണ്ടിയിരിക്കുന്നു.
എത്ര നല്ല സ്ഥാനാർത്ഥിയെ നിങ്ങൾ നിർത്തിയിട്ടും കാര്യമില്ല. ജനങ്ങൾ ഇവിടെ ഭരണവിരുദ്ധ വികാരം തന്നെയാണ് ജനങ്ങളിലൂടെ പ്രതിഫലിച്ചു കാണുന്നത്. എന്തായാലും ആര്യാടൻ ഷൗക്കത്തിന്റെ ഈ ഒരു മിന്നും വിജയത്തിനൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പി വി അൻവറിന്റെ ജയം അത് നമ്മൾ ചെറുതായി കാണാൻ കഴിയില്ല. പി വി അൻവറിന്റെ രാഷ്ട്രീയ ഭാവി നിശ്ചയിക്കുന്ന ഒരു ജയം തന്നെയാണിത്. അതേസമയം നമ്മൾ പറയേണ്ടത് ബി ജെ പിയുടെ മുന്നേറ്റത്തെയും തന്നെയാണ്. അപ്പൊ ബി ജെ പിയുടെ മുന്നേറ്റത്തെയും നമ്മൾ ഇവിടെ ചെറുതായി കണ്ടുകൂടാ. നമ്മുടെ കേരളത്തിലുടനീളം ബി ജെ പി എത്ര ചവിട്ടി അരച്ചാലും ഓരോ സ്ഥലത്തെയും തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ഓരോ സ്ഥലത്തും ബി ജെ പി ഇപ്പോൾ പടിപടിയായി കയറിക്കൊണ്ടിരിക്കുകയാണ്. ബി ജെ പിക്ക് ഒരു 1000 വോട്ടുകൾ പോലും തികച്ചു കിട്ടിയില്ല എന്ന് ഉറപ്പുള്ള പ്രതീക്ഷിച്ചിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഇത്രയും വോട്ടുകൾ നേടി നമ്മുടെ 3 മുന്നണികളിൽ 3 ശക്തരായ സ്ഥാനാർത്ഥികൾ നിൽക്കുമ്പോൾ അതെ ഒരു ചതുഷ്കോണ മത്സരം തന്നെയാണ് നമുക്ക് നിലമ്പൂരിൽ നടന്നതെന്ന് നമുക്ക് എന്തായാലും പറയാം. അപ്പൊ എന്തായാലും ജയിച്ച ആര്യാടൻ ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ച ആര്യാടൻ ഷൗക്കത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഒപ്പം പി വി അൻവറിന്റെ രാഷ്ട്രീയ ഭാവി എന്തായാലും ഇതിലൂടെ നിർണായകമായിരിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.